ആ കല്യാണി, എന്താ? ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നായിരുന്നു. ആദ്യം എന്താ ഈ വീട്ടിലെന്ത് പേടിച്ചു എന്നെന്താ പറഞ്ഞു? ആ ചേട്ടൻ അവിടെ പരിപാടി നടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നല്ലോ. ആ അവന് പിന്നെ മൂഡ് ഓഫ് ആയി, പിന്നെ നേരെ തിരിച്ച് വീട്ടിൽ വന്നായിരുന്നു. ഞങ്ങൾ വന്ന് നോക്കുമ്പം അവൻ ബോധം കെട്ട് കിടക്കുമായിരുന്നു. അയ്യോ ഈശ്വര, അതെന്താ അങ്ങനെ? എന്താ പറ്റിയെന്ന് എനിക്കും അറിയില്ല. പിന്നെ അവന് നല്ല പനിയായി, ഇപ്പം ഹോസ്പിറ്റലിൽ പോയി വന്നേ ഉള്ളൂ. എന്തായാലും പേടിപ്പനി. ഒരു മിനിറ്റ്, എന്റെ കൂടെ വാ. ഇതാ വീടിന്റെ അകത്ത് കൊണ്ടുവെക്കണം. ദുഷ്ടശക്തി വല്ലതും ഉണ്ടെങ്കിൽ ശല്യം ചെയ്യില്ല. ശരി, അങ്ങനെ തന്നെ ചെയ്യാം. ഹലോ അർജുൻ, നീ എവിടെയാ? ഞാൻ ഇത്ര നേരമായിട്ട് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുക. നീ എന്നെ കളിയാക്കുവാണോ? ആ ശരി ശരി, വേഗം വാ. എന്താ കുട്ടി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഒന്നുമില്ല. എന്താ പേര്? ഷൈനി. ഓ, ഭർത്താവിനെ കാത്തു നിൽക്കുന്നതായിരിക്കും അല്ലേ? നിങ്ങൾക്ക് എന്തൊക്കെ അറിയണ്ടേ? ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ കൂട്ടു നിൽക്കണോ? വേണമെന്നില്ല. അവൻ വരുന്നതിന് മുമ്പ് നിന്നെ ഞാനങ്ങ് കൊണ്ടുപോയാലോ? എന്താടാ? എന്താ അവിടെ സ്ത്രീയെ കണ്ടു. ഏയ്, സ്ത്രീയാ? എവിടാടാ? എങ്ങനെ ഉണ്ടായിരുന്നു? അവന്റെ തമാശ. തമാശ ഒന്നും പറഞ്ഞല്ല. ഈ വീട്ടിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. ദുരൂഹതയോ? ശ്യാമേട്ടാ, ശ്യാമേട്ടാ. ഹ, കല്യാണിയോ? എന്താ? എന്തു പറ്റി? ശ്യാമേട്ടനില്ലേ? ശ്യാമേട്ടൻ എവിടെ? ആ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഹലോ, എന്തു പറ്റി? അതിവൻ ഇന്നലെ എന്തോ കണ്ട് പേടിച്ചെന്ന്. ഞാൻ തന്ന നാരങ്ങ എവിടെ? അതിവിടെ വെച്ചില്ലേ? അതെന്റെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയി. കൊള്ള എന്തായാലും ഞാൻ തന്നതല്ലേ അത്. എന്തായാലും ധ്വനി അപ്പൂപ്പനോട് പറഞ്ഞിട്ടുണ്ട്. ധ്വനി അപ്പൂപ്പനാണോ? അപ്പൂപ്പന്റെ ശക്തി നിങ്ങൾക്കറിയാമോ? ഇല്ല. ഇന്ന് രാത്രി അപ്പൂപ്പൻ വരും. എല്ലാവരും തയ്യാറായിട്ടിരുന്നോ? ഇനി ഇവളുടെ അപ്പൂപ്പനാണോ അത്? ഏയ്, അല്ലായിരിക്കും.